നമസ്കാരം. നിത്യജ്യോതിഷം എന്ന പ്രതിദിന ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസത്തെയും പഞ്ചാംഗ വിഷയങ്ങളും മുഹൂർത്ത വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രതിദിന പരിപാടിയാണിത്. ഇന്ന് 2025 ജൂൺ മാസം 1-ാം തീയതി ഞായറാഴ്ചയാണ്. ഇന്നത്തെ കലിദിന സംഖ്യ 18,72,362. കൊല്ലവർഷം ഇന്ന് 1200-ാം ആണ്ട് ഇടവ മാസം 18-ാം തീയതിയാണ്. ശകവർഷം 1947 ജ്യേഷ്ഠം 11. തമിഴ് മാസം വൈകാശി 18 ഇന്നത്തെ നക്ഷത്രം ആയില്യം. ഇന്നത്തെ തിഥി ശുക്ലപക്ഷ ഷഷ്ടി. ഇന്നത്തെ കരണം പന്നിക്കരണമാണ്. ഇന്നത്തെ നിത്യയോഗം ധ്രുവ എന്നു പേരുള്ള നിത്യയോഗമാണ്. ഇപ്പോൾ രോഹിണി ഞാറ്റുവേല തുടരുകയാണ്. ഉത്തരായനകാലം ഗ്രീഷ്മ ഋതു. ഇന്നത്തെ തിരുവനന്തപുരം നഗരത്തിലെ സൂര്യോദയം രാവിലെ 6:06 ഇന്നത്തെ അസ്തമയം വൈകുന്നേരം 6:34 ഇന്നത്തെ രാഹുകാലം വൈകുന്നേരം 5 മുതൽ 6:33 വരെയാണ്. നമ്മൾ കലണ്ടറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുകാലം 4:30 മുതൽ 6 വരെ ആയിരിക്കും. കാരണം കലണ്ടറിലുള്ള രാഹുകാലം സൂര്യോദയം 6 സൂര്യാസ്തമയം 6 എന്നുള്ള സങ്കല്പത്തിലാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത്. ഇത് സൂക്ഷ്മപ്പെടുത്തിയിട്ടുള്ള യഥാർത്ഥ രാഹുകാലമാണ്. അത് വൈകുന്നേരം 5 തുടങ്ങി 6:33 അവസാനിക്കും. ഇന്നത്തെ ഗുളികകാലം വൈകുന്നേരം 3:27 മുതൽ വൈകുന്നേരം 5 വരെയാണ്. ഇന്ന് ഞായറാഴ്ച ആയതിനാൽ സൂര്യോദയ സമയത്ത് കാലഹോരയുടെ അധിപൻ സൂര്യനാണ്. അതിനുശേഷം ഓരോ മണിക്കൂർ ഇടവിട്ട് ബാക്കിയുള്ള ഗ്രഹങ്ങൾക്കായിരിക്കും കാലഹോരയുടെ ആധിപത്യം. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് നമ്മൾ മറ്റു ദോഷങ്ങളൊന്നും നോക്കാതെ ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസത്തെ സമയമാണിത്. ഈ മുഹൂർത്തത്തിൽ നമുക്ക് പഞ്ചാംഗ ദോഷങ്ങളില്ലാതെ മുഹൂർത്ത ദോഷങ്ങളില്ലാതെ ഏത് ശുഭകാര്യവും പരിഗണിക്കാം. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 11:56 മുതൽ 12:18 വരെയും വീണ്ടും 12:22 മുതൽ 12:44 വരെയുമാണ്. ഇടയ്ക്കുള്ള 4 മിനിറ്റ് 12:18 12:22 ഇടയ്ക്കുള്ള സമയം മധ്യാഹ്ന വർജ്യമാണ്. അത് ഒഴിവാക്കുക. ഇന്നത്തെ ചന്ദ്രാഷ്ടമം ധനുക്കൂറിൽ ജനിച്ചവർക്കാണ്. ധനുക്കൂറിൽ ജനിച്ചവർക്ക് ഇന്ന് ചന്ദ്രൻ അഷ്ടമത്തിൽ വരുന്നതിനാൽ ശുഭകാര്യങ്ങൾ വർജിക്കുക. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്ന് ശുഭകാര്യങ്ങൾക്ക് യോജ്യമല്ല, ഒഴിവാക്കുക. ഇന്നത്തെ സൂര്യോദയ സമയത്തെ ഗ്രഹനില പരിശോധിക്കാം. ഇന്നത്തെ പ്രത്യേകത, ഇന്നലെ ശുക്രൻ മീനൻ രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് സംക്രമിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ കുറേ ദിവസത്തേക്ക് ശുക്രൻ മേടം രാശിയിലായിരിക്കും. നമ്മൾ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഗ്രഹങ്ങളുടെയും ഓരോ രാശിയിലും സഞ്ചാരത്തിനെടുക്കുന്ന സമയം വ്യത്യസ്തമാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ശനിയാണ് ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം. പേര് തന്നെ മന്ദൻ എന്നാണ്. ശനി ഒരു രാശി സഞ്ചരിക്കുന്നതിന് 2.5 വർഷം, ശരാശരി 2.5 വർഷമാണ് എടുക്കുക. പിന്നെ വരുന്നത് വ്യാഴമാണ്. വ്യാഴഗ്രഹം ഏകദേശം 12 മാസം അല്ലെങ്കിൽ 1 വർഷം ഒരു രാശിയിലുണ്ടായിരിക്കും. വ്യാഴഗ്രഹം ഒരു രാശിചക്രം മുഴുവൻ കറങ്ങുന്നതിന് 12 വർഷം എടുക്കും. ഇതിനെയാണ് നമ്മൾ വ്യാഴവട്ടം എന്ന് പറയുന്നത്. ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് ഏകദേശം 12 വർഷമായിരിക്കും. രാഹുകേതുക്കളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രാഹുകേതുക്കൾ ഒരു രാശിയിൽ ഏകദേശം 1.5 വർഷ സമയം സഞ്ചരിക്കും. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത, ബാക്കി എല്ലാ ഗ്രഹങ്ങളും പ്രദക്ഷിണമായിട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുകേതുക്കൾ അപ്രദക്ഷിണം അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും സഞ്ചരിക്കുക. മറ്റൊരു പ്രത്യേകത, രാഹുവും കേതുവും
നേരെ എതിർദശയിൽ നേരെ 180 ഡിഗ്രി വ്യത്യാസത്തിലായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക. രാഹു നിൽക്കുന്ന രാശിയുടെ 7ാമത് രാശിയായിരിക്കും കേതു നിൽക്കുക. അവ തമ്മിലുള്ള വ്യത്യാസം 180 ഡിഗ്രി ആയിരിക്കും. അത് അപ്രദക്ഷിണമായിട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. കുജനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുജൻ ഏകദേശം 48-50 ദിവസത്തോളം ഒരു രാശിയിലുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ രാശി മാറും. ബാക്കിയുള്ള ഗ്രഹങ്ങളിൽ വെച്ച് സൂര്യനും ബുധനും ശുക്രനും ഈ 3 ഗ്രഹങ്ങളും ഏകദേശം ഒരു രാശിയിൽ 1 മാസത്തോളം സ്ഥിതി ചെയ്യും. വേറൊരു സവിശേഷത, ബുധനും ശുക്രനും എപ്പോഴും സൂര്യൻ്റെ അടുത്തുള്ള രാശികളിലായിരിക്കും. 1-2 രാശി വിട്ടിട്ടായിരിക്കും, പരമാവധി 1-2 രാശി അകലത്തിലായിരിക്കും ബുധനും ശുക്രനും എപ്പോഴും ഉണ്ടായിരിക്കുക. പിന്നെ വരുന്നത് ചന്ദ്രനാണ്. ചന്ദ്രൻ 27 ദിവസം കൊണ്ട് ഒരു രാശി ചക്രം മുഴുവൻ സഞ്ചരിച്ച് തീർക്കുന്നു. അപ്പോൾ ഒരു രാശിയിൽ കഷ്ടിച്ച് 2.5 ദിവസം മാത്രമേ ചന്ദ്രൻ നിൽക്കുകയുള്ളൂ. ഇതാണ് ഗ്രഹങ്ങളുടെ രാശിചക്രത്തിലുള്ള സഞ്ചാരത്തിനെ പറ്റി ഏറ്റവും ചുരുക്കമായ വിവരം. ഇന്നത്തെ ഗ്രഹനില നോക്കാം. ഇന്ന് മേടത്തിൽ ശുക്രനും, ഇടവത്തിൽ സൂര്യനും ബുധനും, മിഥുനത്തിൽ വ്യാഴവും, കർക്കിടകത്തിൽ ചന്ദ്രനും ചൊവ്വയും, ചിങ്ങത്തിൽ കേതു, തുലാം രാശിയിൽ ഗുളികൻ, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇതാണ് ഇന്ന് സൂര്യോദയ സമയത്തെ ഗ്രഹനില. ജ്യോതിഷ സംബന്ധമായ അടിസ്ഥാന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ പ്രതിദിന പങ്ക്തിയിലേക്ക് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.